എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ BCOC136 എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് പേപ്പറിന്റെ പേര്. പാർട്ട് എ, പാർട്ട് ബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഏകദേശം 20 യൂണിറ്റുകളാണ് നമുക്ക് മൊത്തം 20 യൂണിറ്റുകൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിന് തിയറി നന്നായിട്ട് പഠിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഈ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ടും ചെയ്യേണ്ടത്. ഓക്കെ, ആണ് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. ഇൻകം ടാക്സ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് 1 എന്ന് പറയുന്നു. ഓക്കെ, ബേസിക് കോൺസെപ്റ്റ്സ് 1 എന്ന് പറയുന്നു. ഞാൻ പറയുന്ന ഓഡിയബിൾ ആണോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ബേസിക് കോൺസെപ്റ്റിന്റെ ഫസ്റ്റ് ഭാഗം പഠിക്കുന്ന യൂണിറ്റ് ആണ് ബേസിക് കോൺസെപ്റ്റ് 1. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് ഇൻകം ടാക്സ് ഈസ് വൺ ഓഫ് ദ ഡയറക്റ്റ് ടാക്സസ് ലെവീഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ നമുക്കറിയാം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്, അല്ലെ? ഒരു പരോക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ അത് ആരാണ് നികുത്തുന്നത് അല്ലെങ്കിൽ ചുമത്തുന്നത്? ബൈ സെൻട്രൽ ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ചുമത്തുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ഡയറക്റ്റ് ആസ് ഇറ്റ് ഈസ് പേയബിൾ ഇൻ ദ അസസ്മെന്റ് ഇയർ ഡയറക്ട്ലി ബൈ ദ ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, firms and corporate bodies on the income earned during the previous year. എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാൻ കാരണം എന്താ? അത് ഒരു അസസ്മെന്റ് ഇയർ ഉണ്ടായിരിക്കും. ആ അസസ്മെന്റ് ഇയറിന്റെ അടിസ്ഥാനത്തിൽ ആ ഫൈനാൻഷ്യൽ ഇയറിൽ പ്രീവിയസ് ഇയറിന്റെ ഇൻകം, നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം, നമ്മുടെ വരുമാനം എത്രയാണോ ആ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് പേ. ആരൊക്കെ ടാക്സ് പേ ചെയ്യുന്നത്? ബൈ ദി ഇൻഡിവിജ്വൽ, വ്യക്തികളാവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലികളാവാം. ഹിന്ദു വലിയ കുടുംബങ്ങളുണ്ടല്ലോ, കൂട്ടുകുടുംബങ്ങൾ, അൺഡിവൈഡഡ് ആയിട്ടുള്ള കുടുംബങ്ങൾ, അതെയാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഫേംസുകളാവാം, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബോഡീസ്, വലിയ സ്ഥാപനങ്ങൾ. ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും ഏതിൽ വരുന്നത്? നമ്മുടെ ഇൻകം ടാക്സിന്റെ കീഴിൽ വരുന്നത്. ആരെ? ടാക്സ് അടയ്ക്കുന്നത്. Therefore, any student of income tax must know the meaning of the term income, previous year, assessment year, total income, and who are the person liable to income tax in India. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? എന്താ? ഒരു ഇൻകം ടാക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എന്താണ് ഇൻകം? ഇൻകം എന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ? എന്താണ് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ? എന്താണ് ടോട്ടൽ ഇൻകം? ആൻഡ് ഹു ആർ ദ പേഴ്സൺ ലയബിൾ ടു ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ട്രേസ്ഡ് ദ ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ ആൻഡ് വി ഹാവ് ആൾസോ defined all these terms as per the provisions of Income Tax Act as amended up to date. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? വി ഹാവ് ട്രേസ്ഡ് ദ ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻകം ടാക്സിന്റെ ചരിത്രം എങ്ങനെയാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി വന്നത്. ആൻഡ് വി ഹാവ് ആൾസോ ഡിഫൈൻഡ് ഓൾ ദ ടേംസ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ആക്ട് പറയുന്നത് പോലെ നമ്മൾ എല്ലാ ടേംസുകളെയും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻകം എന്നാൽ എന്താണ്, പ്രീവിയസ് ഇയർ എന്നാൽ എന്താണ്, അസസ്മെന്റ് ഇയർ എന്നാൽ എന്താണ്, ഇങ്ങനെ ഓരോ ടേമിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട് ഈ യൂണിറ്റിൽ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് നോക്കാം. ബ്രോഡ് മെക്കാനിസം ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ ഇനി ഇൻകം ടാക്സിന്റെ ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സ് വരാൻ തുടങ്ങിയത്, എങ്ങനെയാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, India gained independence and the new Indian government felt that the Income Tax Act needed through a
ഓവർഹോൾ. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് തോന്നി, നമുക്കൊരു ഇൻകം ടാക്സ് ആക്ട് വേണം. ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഡിലേ മാതിരി ഒരു നിയമം. ആ ഒരു നിയമം വേണമെന്ന് ഇന്ത്യ മൊത്താകെ, നമ്മുടെ രാജ്യത്തിനൊട്ടാകെ ഒരു നിയമം വേണമെന്നൊരു തോന്നലായിരിക്കു വന്നു ഇന്ത്യൻ ഗവൺമെന്റിന് വന്നു. ദ ലോ കമ്മീഷൻ സബ്മിറ്റഡ് എ ഡ്രാഫ്റ്റ് ബിൽ 1958. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് ബിൽ, ഒരു കരട് ബില്ല് ആര് സബ്മിറ്റ് ചെയ്തു? നമ്മുടെ ലോ കമ്മീഷൻ, നിയമ കമ്മീഷൻ സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. A committee appointed under the chairmanship of Mahabir Tyagi in 1958, also known as the Direct Taxes Administration Committee, to look into the direct tax structure, submitted a draft. 1958 മഹാബിർ ത്യാഗി എന്ന് പറയുന്ന ആളുടെ ഒരു ചെയർമാൻഷിപ്പിൽ, നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റി പറയുന്നത്. ആ കമ്മിറ്റി എന്താ നോക്കി, ഡയറക്റ്റ് ടാക്സിൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഫൈനലി ദ ഓൾഡ് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് 1922 was completely recast in 1961, and a new Income Tax Act came into force with effect from 1 April 1962. എന്താണ്ടായത്, നമുക്ക് ഇൻകം ടാക്സ് ആക്ട് ഓൾറെഡി ഉണ്ടായിരുന്നു 1922. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരുപാട് മുന്നെയാണ് അല്ലെ, അങ്ങനെ ഒരു ആക്ട് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്തായി, 1961 ഈ ആക്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് പുതുക്കി പണിതുകൊണ്ട് പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്തു, നടപ്പിലാക്കി. അതിന് എന്ന് മുതലാണ് തുടങ്ങിയത്, 1962 ഏപ്രിൽ 1 മുതലാണ് നമ്മൾ തുടങ്ങിയത്. അതാണ് ഇൻകം ടാക്സ് ആക്ട് 1962. ഇൻകം ടാക്സ് ആക്ട് 1962 എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. The administration of the Income Tax Act 1961 is done by Central Board of Direct Tax. അപ്പൊ ആരാണ് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ? ഇൻകം ടാക്സ് ആക്ട് നടപ്പിലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഭരണനിർവഹണം ഒക്കെ ചെയ്യുന്നത് ആരാണ്? അതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്, CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, which works under the supervision of Ministry of Finance. അപ്പൊ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, ധനവകുപ്പ്, നമ്മുടെ ധനവകുപ്പ് ഉണ്ടല്ലോ, ധനമന്ത്രാലയം എന്നൊക്കെ പറയും, കേന്ദ്ര ധനവകുപ്പിന് കീഴിലാണ് ഈ CBDT എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ CBDT ആണ് എന്ത് നോക്കുന്നത്, നമ്മുടെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, CBDT ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. The CBDT is charged with the duty of framing rules for administration of the Income Tax Act. അപ്പൊ CBDTക്കാണ്, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനാണ് എന്തിന്റെ അധികാരമുള്ളത്, അല്ലെങ്കിൽ എന്തിന്റെ ഡ്യൂട്ടി ഉള്ളത്? ഫ്രെയിമിംഗ് റൂൾസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് നമ്മൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചുമതലകള്, കടമകള് ഒക്കെ ആർക്കാണുള്ളത്? CBDTക്കാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്. These rules, known as the Income Tax Rules 1962, contains various forms and miscellaneous details. ആ ഒരു റൂൾസ്, നമ്മൾ പറഞ്ഞ റൂൾസ് പറഞ്ഞല്ലോ അല്ലെ, ആ റൂൾസിനെ പറയുന്ന പേരാണ് ഇൻകം ടാക്സ് റൂൾസ് 1962. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് 1962 എന്നാണ് ആ റൂള് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണ് തോന്നുന്നു. ഒരു 1958 എന്തുണ്ടാക്കുന്നു, ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഡ്രാഫ്റ്റ് ബില്ല് വരുന്നു, പിന്നെ ഒരു മഹാബീർ ത്യാഗിയുടെ കീഴിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു, പിന്നെ 1961 എന്താക്കുന്നു, പുതിയൊരു നിയമം നമ്മൾ കൊണ്ടുവരുന്നു. അത് നടപ്പിലാക്കുന്ന ആരാണ് രാജ്യത്ത്? നമ്മുടെ ധനവകുപ്പിന് കീഴിലുള്ള, ഫിനാൻസ് മിനിസ്റ്റർക്ക് കീഴിലുള്ള CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അവരാണ് ഇൻകം ടാക്സ് ആക്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ മൊത്തം. ആ ഒരു റൂൾസിനെ, ആ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ട റൂൾസിനെ പറയുന്ന പേരാണ് ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് റൂൾസ് 1962 എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കുക, the government has set up a separate income tax department for this purpose. നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കണം, അത് നടപ്പിലാക്കുന്നുണ്ടോ, ടാക്സുകൾ പിരിക്കുന്നുണ്ടോ. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു സെപ്പറേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു. ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു. ഇൻകം ടാക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ടു ദ സെൻട്രൽ ഗവൺമെന്റ്. നമുക്കറിയാം, ഗവൺമെന്റിന് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണിത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. വരുമാനത്തിന് മുകളിൽ നികുതി, വരുമാന നികുതി, ഇൻകം ടാക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വരുമാനം ആർക്ക്? സെൻട്രൽ ഗവൺമെന്റിന്. The process of framing rules is very elaborate one,
it involves notifying the rule first for public deliberation and then for adoption. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട റൂൾസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു പ്രോസസ്സാണ്. They are also placed on the tables of the House of Information. These rules are changed as when the situation warrants. The CBDT also issues from time to time various circulars for the direction of the officials of Income Tax Department and information of taxpayers. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് CBDT ഇടക്കിടക്ക് ടൈം ടു ടൈം അവരെന്ത് ചെയ്യും, ഇടക്കിടക്ക് ഓരോ സർക്കുലറുകളും നോട്ടിഫിക്കേഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കും. ആർക്കാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ടാക്സ് പേ ചെയ്യുന്ന ആളുകളുടെ അറിവിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. Although income tax is levied and collected by central government, yet a certain portion of its distributed among states for their project. നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് അല്ലെ. സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആ കളക്ട് ചെയ്യുന്ന ഇൻകം ടാക്സിന്റെ ഒരു പോർഷൻ, ഒരു സർട്ടൻ പോർഷൻ, ഒരു കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അവരെന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ രാജ്യം മൊത്തം കളക്ട് ചെയ്ത നികുതി ഉണ്ടാവും, അതിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലെ ആ 28 സംസ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ വീതിച്ച് കൊടുക്കുന്നുണ്ട്. It is therefore necessary for a student of income tax to keep himself up to date with the latest provisions. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ റൂൾസുകളും സർക്കുലറുകളും പ്രൊവിഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി എടുക്കണം. The best way to do this is to regularly read various tax journals and other tax publications. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെയാണ് ഗവൺമെന്റ് ഇറക്കുന്ന പ്രൊവിഷൻസ്, ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഗവൺമെന്റ് ഡയറക്ഷൻസ്, സർക്കുലറുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടാക്സുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോ ജേണലുകളോ മാഗസീൻസ് ഒക്കെ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ഒക്കെ വായിക്കുക. അതെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ബ്രോഡ് മെക്കാനിസം ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട മെക്കാനിസം കിടക്കുന്നതിന്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. ഇനി അടുത്തതാണ് ഫിനാൻസ് ആക്ട്. ഓക്കെ, ഫിനാൻസ് ആക്ട് നോക്കുക. എന്താണ് ഫിനാൻസ് ആക്ട് പറയുന്നത്? You may be aware that Finance Minister of Government of India present an estimate of income and expenditure for the coming financial year to the Parliament, generally in the form of February every year. നമുക്കറിയില്ലേ, നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ധനവകുപ്പ് മന്ത്രി എന്ത് ചെയ്യുന്നത്? എല്ലാ വർഷവും ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓരോ ഫൈനാൻഷ്യൽ ഇയർ അവതരിപ്പിക്കാറുണ്ട്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബഡ്ജറ്റ് അല്ലെ. ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. This document is properly known as budget. Budget എന്നാണ് എന്ത് ചെയ്യുന്നത്? അത് അറിയപ്പെടുന്നത്. It is an important event of the country as it gives the public an idea of the direction the government is going to follow in ensuring year in order to give legal shape of various tax proposals. A bill also moved which is known as finance bill. അപ്പോൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ പബ്ലിക്കിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പബ്ലിക്കിന് ഐഡിയ കിട്ടും. എന്താണ് ഗവൺമെന്റിന്റെ ഡയറക്ഷൻസ് എന്തൊക്കെയാണ്, ടാക്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ, അതുപോലെ ഗവൺമെന്റ് പ്രപ്പോസൽ ടാക്സ് പൊതുജനങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ? അങ്ങനെ ചെയ്യുന്ന ഒരു ബില്ലും കൂടി അവിടെ അവതരിപ്പിക്കും ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. അതിനെ പറയുന്ന പേരാണ് ഫിനാൻസ് ബിൽ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫിനാൻസ് ബില്ലിൽ ഉണ്ടാവുക? ഇറ്റ് കണ്ടെയ്ൻസ് വേരിയസ് പ്രൊവിഷൻസ് റിഗാർഡ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ടും ഇൻഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഫിനാൻസ് ബില്ലിൽ വരുന്നത്. Once the Finance Act is passed, it becomes a law according to which various taxes are changed. Okay, അപ്പൊ ആ ഫിനാൻസ് ബില്ല് എന്താണ്? പാസ്സായി കഴിഞ്ഞാൽ ഒരു ആക്ട് ആയിട്ട് മാറും, നിയമമായി മാറും. ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നിയമമായിട്ട് മാറും. അപ്പൊ ആ ലോ ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്? വേരിയസ് ടാക്സസ്,
ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫിനാൻസ് ആക്ട് that contains the rate structure of income tax which would be applicable in the year. Okay. അപ്പൊ ആ ഫിനാൻസ് ആക്ടിൽ എന്തുണ്ടാവും? ടാക്സുകൾ ഓരോ വർഷം നമ്മൾ ടാക്സ് ഏതൊക്കെ ഇപ്പൊ ശതമാന കണക്കിൽ ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ വരുമാനമുള്ളവർ ഇത്ര ശതമാനം ടാക്സ് കൊടുക്കണം, അങ്ങനെയുള്ള ഇത്ര ഏജിന് മുകളിലുള്ളവർക്ക് ഇത്ര ശതമാനം ടാക്സ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ടാക്സ് സ്ലാബ് എന്നാണ് പറയാ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്തായി. ഇറ്റ് ഈസ് therefore necessary that any student of income tax should not only study the Income Tax Act but also the Income Tax Rules and the latest Finance Act. അപ്പോഴും ഇൻകം ടാക്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് മാത്രം പഠിച്ചാൽ പോരാ, ഇൻകം ടാക്സ് ആക്ട് മാത്രം പഠിച്ചാൽ പോരാ, ബട്ട് ആൾസോ ഇൻകം ടാക്സ് റൂൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻകം ടാക്സ് റൂൾസ് 1962 അതും പഠിക്കണം. അതുപോലെ ഫിനാൻസ് ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓൾ ദീസ് ഹാവ് ടു ബി സ്റ്റഡീഡ് സൈമൾട്ടേനിയസ്. ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, സോറി. അടുത്താണ് നമുക്ക് നോക്കാനുള്ളത് സ്കീം ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഓവർവ്യൂ. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കുക സ്കീം ഓഫ് ഇൻകം ടാക്സ് എങ്ങനെയാണ്. Income tax is a tax on income levied on the previous year total taxable income of an assessee at the rate applicable during the current year. നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രീവിയസ് ഇയർ മുൻ വർഷത്തെ വരുമാനത്തിന്റെ മുകളിൽ നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് എന്ത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതിന് ഓരോ കണക്കുകൾ ഉണ്ടാവും എത്ര ചാർജ് ചെയ്യണം എന്നുള്ളത്. ദീസ് റേറ്റ്സ് ആർ ഡിവൈഡ് ഇൻടു വേരിയസ് സ്ലാബ് ഓഫ് ഇൻകം. ഈ റേറ്റുകളെ നമ്മൾ എത്ര എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് നമ്മൾ ഈടാക്കണം. ഈ റേറ്റിന് നമ്മൾ ഓരോ സ്ലാബുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. എവറി എൻറ്റിറ്റി ഹൂസ് ഇൻകം ഈസ് മോർ ദാൻ ടാക്സ് ഫ്രീ ലിമിറ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ റെലവന്റ് ഫിനാൻസ് ആക്ട് ഈസ് റിക്വയർഡ് ടു പേ ദ ടാക്സ്. അതായത് ഒരു സർട്ടൻ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ ആർക്കും എന്ത് ചെയ്യണ്ട, ടാക്സ് അടക്കേണ്ടി വരില്ല. പക്ഷെ ആ ലിമിറ്റിന് മുകളിൽ വരുമാനമുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. The Finance Act 2019 raised the exemption limit to rupees 2,50,000. അപ്പൊ നമ്മുടെ 2019 ഫിനാൻസ് ആക്ട് പ്രകാരം 2,50,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് എന്ത് ചെയ്യണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അതിന് മുകളിൽ വരുമാനം വരുന്നവരൊക്കെ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കുകയും വേണം. Recognizing the diversity and the need for standardization of the sources of income, the Income Tax Act identified 5 heads of income. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് ഇൻകത്തെ പ്രധാനമായിട്ടും 5 ഹെഡ്സുകളിൽ 5 തലക്കെട്ടുകളിലേക്കാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്ന പൊതു കാര്യത്തിൽ നമ്മൾ 5 ഹെഡിലേക്കാണ് മാറ്റുന്നത്. ഏതൊക്കെയാണ് 5 ഹെഡ് നോക്കാം. ദേ ആർ സാലറി, അതായത് ഇൻകം ഫ്രം സാലറി, സാലറിയിൽ നിന്നുള്ള വരുമാനം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നമുക്ക് വല്ല ഹൗസ് പ്രോപ്പർട്ടികൾ ഉണ്ടാവും, അതിൽ നിന്നുള്ള വരുമാനം. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ബിസിനസ്സിലൂടെയോ പ്രൊഫഷനിലൂടെയോ നമ്മൾ ഉണ്ടാക്കുന്ന ലാഭമോ നേട്ടമോ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്, മറ്റു ഉറവിടങ്ങളിൽ നിന്ന് മറ്റ് സോഴ്സുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം. ഇങ്ങനെ 5 ഹെഡുകളായിട്ട് നമുക്ക് ഇൻകത്തെ തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞതായിരുന്നു ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻ ദിസ് കോഴ്സ് we will explain you 5 head of income. അതായത് നമ്മൾ ഈ പേപ്പർ പഠിക്കുമ്പോൾ നമ്മൾ ഈ 5 ഹെഡുകൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓരോ ഹെഡ് വീതം, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇങ്ങനെ ഓരോ ഹെഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. The Income Tax Act 1961 extend to the entire country and comprises of 298 sections and 14 schedules. അപ്പൊ ഇൻകം ടാക്സ് ആക്ട് രാജ്യം മൊത്തം നമുക്ക് നടപ്പിലാക്കാനുള്ളതാണ്. ആ ആക്ടിൽ എത്രയാണ്? 298 സെക്ഷൻസും 14 ഷെഡ്യൂൾസ് ആണെന്നുള്ളത് ഇൻകം ടാക്സ് ആക്ടില് ഉള്ളത്. ഇനി എന്താണ് ഇൻകം? കോൺസെപ്റ്റ് ഓഫ് ഇൻകം എന്താണ്? ഇൻകം, അതിന്റെ മീനിങ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക. ഇൻകം ടാക്സ് ഈസ് ലെവിഡ് ഓൺ ഇൻകം ഓഫ് ആൻ എൻറ്റിറ്റി. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ഇൻകം ഈസ്, ഹൗ ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ്. നമ്മുടെ ഇൻകത്തിന് മുകളിലാണ് ഇൻകം ടാക്സ് ചുമത്തുക. അപ്പൊ അത് എന്ത് ഇൻകം ആണ്, അത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കണം. In this section, we will deal with the definition of income and some basic principles related to.
അപ്പൊ ഇൻകവുമായി ബന്ധപ്പെട്ട ചില ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. The subject matter of income tax is income, but no definition of income has been given in the Income Tax Act. നമുക്കറിയാം ഇൻകം ആണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ എങ്കിലും ഇൻകം ടാക്സ് ആക്ടില് ഇൻകത്തെ കുറിച്ച് പ്രത്യേകം എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. സെക്ഷൻ 224 of the Act only indicates about inclusion of certain items which are given below. അപ്പോ സെക്ഷൻ 224 പറയുന്നത് എന്താണ്, ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഇൻകം എന്താണെന്ന് സ്പെസിഫിക് പറയുന്നില്ല, ഇൻകം എന്ന കാറ്റഗറിയിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതാണ് എന്ത് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ടില് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, ലാഭവും നേട്ടവും. ഡിവിഡന്റ് അറിയാലോ, നമുക്കറിയാലേ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ഡിവിഡന്റ്. റിസീവ്ഡ് ബൈ ഫോളോവേഴ്സ്. ഇൻകം നമ്മൾ വല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ സ്വമേധയാ നമ്മളെല്ലാം കോൺട്രിബ്യൂഷൻസ് നമുക്ക് ആരും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഇൻകങ്ങളൊക്കെ, ആ ഇൻകങ്ങൾ ഏതൊക്കെയാണ്, അതാണ് നമ്മൾ AB എന്നിട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് അങ്ങനത്തെ ഇൻകം, വോളണ്ടറി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഇൻകം ഏതൊക്കെയാണെന്ന് നോക്കാം. Any trust or institution which has been established for the purpose of charitable or religious purpose. ചാരിറ്റബിൾ പർപ്പസ്, അതായത് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക, അവരെ സഹായിക്കുക, അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസ്, അതായത് നമ്മളെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കുന്ന വരുമാനങ്ങൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ്. സയന്റിഫിക് സയന്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട അസോസിയേഷൻസ്. പിന്നെ പറയുന്നത് ഗെയിം ഓർ സ്പോർട്സ്, ഗെയിമും സ്പോർട്സുമായി ബന്ധപ്പെട്ട അസോസിയേഷൻസ്. ചാരിറ്റബിൾ ഫണ്ട് ഓർ ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ഹോളി പബ്ലിക് റിലീജിയൻ പർപ്പസ്. നമ്മുടെ റിലീജിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രൂപീകരിച്ചിട്ടുള്ള ചാരിറ്റബിൾ ഫണ്ടോ ട്രസ്റ്റുകളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവർ വാങ്ങുന്ന വരുമാനം. ഇനി യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റികളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വാങ്ങുന്നത്. ഇനി ഹോസ്പിറ്റൽ ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആശുപത്രികൾ വാങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. പിന്നെ നാലാമത് വരുന്നത് എന്താ, പെർക്വിസിറ്റ്സ് ഓർ പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി ടെമ്പർ. സാലറിക്ക് പകരമായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന കാര്യങ്ങൾ, അതാണ് പെർക്വിസിറ്റ്സ് ഓർ പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ സാലറിക്ക് പകരമായിട്ട് എംപ്ലോയീസിന്, അപ്പൊ അവർക്ക് കാർ കൊടുക്കാം, വീട് കൊടുക്കാം, അല്ലെ, അങ്ങനത്തെ കാര്യങ്ങൾ സാലറിക്ക് പുറമെ കൊടുക്കുന്നത്. പിന്നെ എനി സ്പെഷ്യൽ അലവൻസസ് ഓർ ബെനിഫിറ്റ്സ് ബിസൈഡ്സ് പെർക്വിസിറ്റ്സ് ടു എംപ്ലോയീസ് ടു മീറ്റ് ഹിസ് എക്സ്പെൻസസ് ഫോർ പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ്. അയാളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് സാലറിക്ക് പുറമെ അല്ലെങ്കിൽ പെർക്വിസിറ്റ്സിന് പുറമെ കൊടുക്കുന്ന പോലെ അലവൻസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്. ഇൻകം ഫ്രം യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI എന്നുള്ള ഇൻകം. അതുപോലെ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഇൻകം. ഇൻകം ഫ്രം മാർക്കറ്റിംഗ് അസോസിയേഷൻസ്. എനി അലവൻസസ് ഗ്രാൻഡ് ടു മീറ്റ് ഇൻക്രീസ് കോസ്റ്റ് ഓഫ് ലിവിംഗ്, നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്ന വേണ്ടി എന്തെങ്കിലും ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ വാല്യൂ ഓഫ് എനി ബെനിഫിറ്റ് ഓർ പെർക്വിസിറ്റ്സ് റിസീവ്ഡ് ബൈ എനി ഡയറക്ടർ ഓഫ് എ കമ്പനി, ഏതെങ്കിലും കമ്പനി ഡയറക്ടർ റിസീവ് ചെയ്തിട്ടുള്ള പെർക്വിസിറ്റ്സുകൾ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതിൽ വരുന്നതാണ്, ഇൻകം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വാല്യൂ ഓർ ബെനിഫിറ്റ് ഓഫ് പെർക്വിസിറ്റ്സ് ബൈ റെപ്രസെന്റേറ്റീവ് അസസ്, ഒരു അസസിയുടെ റെപ്രസെന്റേറ്റീവ് വാങ്ങിയിട്ടുള്ള ബെനിഫിറ്റുകൾ. പ്രോഫിറ്റ് ജനറേറ്റഡ് ഫ്രം എനി ബിസിനസ് ഓർ പ്രൊഫഷൻ, ബിസിനസ്സിലൂടെയോ പ്രൊഫഷനിലൂടെയോ, അങ്ങനെ ബിസിനസ് ഓർ പ്രൊഫഷൻസിലൂടെ, പ്രൊഫഷൻ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ പ്രൊഫഷനാണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് നടത്തിയിട്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്. ക്യാപിറ്റൽ ഗെയിന്, റിക്കവറി ഓഫ് ബാഡ് ഡെപ്റ്റ്, അതുപോലെ റീഫണ്ട് ഓഫ് എക്സൈസ് ഡ്യൂട്ടി അടച്ചത്, ടാക്സ് അടച്ചത് നമ്മൾ റീഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ. ബാലൻസിങ് ചാർജ്, എനി ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻസ് ആൻഡ് അതർ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ പാർട്ണർ ഓഫ് എ ഫേം, ഒരു ഫേമിന്റെ പാർട്ണർ വാങ്ങിയിട്ടുള്ള സാലറി, ബോണസ്, കമ്മീഷൻസ്, ഇതൊക്കെ ഉൾപ്പെടും. എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിങ് ഓഫ് എ ലോട്ടറി, അപ്പൊ ലോട്ടറിയിൽ നമുക്ക് വരുമാനം കിട്ടി, നമുക്കറിയാം ലോട്ടറി വരുമാനത്തിന് ഇത്ര ശതമാനം നമ്മൾ ടാക്സ് പോകുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ അത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം എംപ്ലോയി ഫോർ കോൺട്രിബ്യൂഷൻ ഫോളോയിങ്. ഇനിയിപ്പോ എംപ്ലോയി ചില ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടുകൾ ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. എനി ഫണ്ട് എസ്റ്റാബ്ലിഷ് ആൻഡ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, ഇൻഷുറൻസ് ആക്ട് പ്രകാരമുള്ളത്. അതുപോലെ എനി ഫണ്ട് ലേബർ വെൽഫെയർ പ്രകാരമുള്ളത്. പ്രൊവിഡന്റ് ഫണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് ലൈസൻസ് റിസീവ് ആൻഡ് ഇമ്പോർട്ട് കൺട്രോൾ, ലൈസൻസ് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രോഫിറ്റ്. ക്യാഷ് സബ്സിഡി ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പോർട്ട്, നമുക്ക് എക്സ്പോർട്ടിന് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സബ്സിഡികൾ കിട്ടുന്നുണ്ടെങ്കിൽ അത്.
സം റിസീവ്ഡ് എക്സീഡിങ് 50,000 ഫ്രം നോൺ റിലേറ്റീവ്. റിലേറ്റീവ് അല്ലാത്ത, അപ്പൊ റിലേറ്റീവ് ആരാണെന്നൊക്കെ ഡൗട്ട്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ആരൊക്കെയാണ് നമുക്ക് റിലേറ്റീവ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ റിലേറ്റീവ് അല്ലാത്ത ഒരാളിൽ നിന്ന് നമ്മൾ 50,000 രൂപക്ക് വാങ്ങിയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സം റിസീവ്ഡ് ആൻഡ് കീമാൻ ഇൻഷുറൻസ് പോളിസി, കീമാൻ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുള്ള തുക. ഇൻകം ഷാൾ ഇൻക്ലൂഡ് ദ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് എനി ബിസിനസ് ഓഫ് ബാങ്കിങ്, ബാങ്കിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റ് ഗെയിന്. അതുപോലെ മാക്സിമം എമൗണ്ട് ഓഫ് കാഷ്വൽ ഇൻകം അപ് ടു 10,000 എക്സ്പെക്ടഡ് ഫ്രം ഇൻകം ടാക്സ്. എനി കാഷ്വൽ ഇൻകം എക്സീഡ്സ് 10,000 വിൽ ബി ടാക്സ്. 10,000 മുകളിൽ കാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന പേരിൽ നമ്മൾ ടാക്സബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇൻകം ആണ്. നമുക്ക് എല്ലാതും നമുക്ക് കാണാപ്പാഠം പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ എന്താ ഓരോ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ തനിയെ പഠിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോ തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കണമെന്നില്ല, നമ്മൾ ഓരോ പ്രോബ്ലംസ് വരും. ഇതൊക്കെ ഇൻകം എന്ന് പറയുന്നതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് തുടങ്ങിയുള്ളൂ, എന്താണ് ഇൻകം ടാക്സ്, ഇന്ത്യയിൽ എങ്ങനെയാണ് ഇൻകം ടാക്സ് ആക്ട് തുടങ്ങിയത്, ആരാണ് അത് നിയന്ത്രിക്കുന്നത്, ഇൻകം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് വരുന്നതാണ് നമ്മൾ നോക്കി. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.